യോധ എന്ന ചിത്രം കാണാത്ത മലയാളികൾ ആരും ഉണ്ടാകില്ല. അതിലെ റിംപോഷയുടെ അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ കഥ ഓർമ്മയില്ലേ? ബുദ്ധസന്യാസിമാരുടെ അടുത്ത ദൈവത്തിൻ്റെ കഥ. അതുപോലെ തന്നെ നേപ്പാളുകാരുടെ മറ്റൊരു വിശ്വാസമാണ് ജീവിച്ചിരിക്കുന്ന ദേവത എന്ന സങ്കല്പം. 2 വയസ്സുകാരി ആര്യതാര ശാക്യയാണ് പുതിയ ജീവിച്ചിരിക്കുന്ന ദേവത. കുമാരി തൃഷ്ണ ശാക്യയുടെ പിന്മുറക്കാരിയായാണ് ആര്യതാര വരുന്നത്. എന്താണ് ഹിന്ദുക്കളും ബുദ്ധന്മാരും ഒരുപോലെ ആരാധിക്കുന്ന നേപ്പാളിലെ ജീവിച്ചിരിക്കുന്ന ദേവതാ സങ്കല്പം? വിർജിൻ ഗോഡ്സ് അഥവാ കുമാരി എന്നാണ് ഇവർ അറിയപ്പെടുക. 2-നും 4-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ നിന്നാണ് കുമാരിയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കലല്ല. നേവാർ സമുദായത്തിലെ ശാക്യ ഗോത്രത്തിൽ നിന്നുള്ള കുട്ടിയെയാണ് തിരഞ്ഞെടുക്കുക. കാഠ്മണ്ഡു താഴ്വരയിലെ പരമ്പരാഗത സമുദായമാണ് ശാക്യ. ദോഷമില്ലാത്ത ത്വക്ക്, മുടി, കണ്ണുകൾ, പല്ലുകൾ എന്നിവയുള്ള കുഞ്ഞുങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. മാത്രവുമല്ല, അവർക്ക് ഇരുട്ടിനെ ഭയവും പാടില്ല. ദേവിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചുവന്ന വസ്ത്രം മാത്രമാണ് ധരിക്കുക. അമ്പലത്തോടനുബന്ധിച്ചുള്ള കൊട്ടാരത്തിലാവും താമസം. വളരെ ചുരുക്കം കളിക്കൂട്ടുകാരും പരിചാരകരും മാത്രമേ കൊട്ടാരത്തിലുണ്ടാകൂ. വർഷത്തിൽ അപൂർവം ഫെസ്റ്റിവലിന് മാത്രമാണ് കുമാരിക്ക് കൊട്ടാരത്തിന് പുറത്തിറങ്ങാൻ അവകാശമുള്ളൂ. അത്തരം ദിവസങ്ങളിൽ വിശ്വാസികളെ അവർ അനുഗ്രഹിക്കും. പ്രായപൂർത്തിയാകുന്നതുവരെ മാത്രമേ കുമാരി ദേവിയായി തുടരൂ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ദേവീ ചൈതന്യം ആ ശരീരത്തിൽ നിന്ന് വിട്ടു എന്നാണ് സങ്കല്പം. അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ പിൻവാതിലിലൂടെ ഒരു പല്ലക്കിൽ മുൻ കുമാരിയെ വീട്ടുകാരും അനുയായികളും ചേർന്ന് കൊണ്ടുപോകും. ഇവർക്ക് ജീവിക്കാൻ പ്രതിമാസം $110 സർക്കാർ പെൻഷൻ നൽകും. ഇനി ഇവരുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട്. ഇവർ വിവാഹിതരായാൽ ഭർത്താക്കന്മാർ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുമെന്ന്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നേപ്പാളുകാർ പറയുന്നത്. വിശ്വാസങ്ങളെന്നോ മിത്തുകളെന്നോ വിശേഷിപ്പിക്കാം. പക്ഷേ ഇതും ആചാരമാണ്. NTV UAE to the world.